Problem number 11. ഈ പ്രോബ്ലം ഇതിൽ മോർ ദാൻ വൺ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ JEE അഡ്വാൻസിനാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഓപ്ഷൻസിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ട്രൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തല്. ബാക്കി എല്ലാ ഓപ്ഷനുകളും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് കംപ്ലീറ്റ്ലി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കിതിന് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ സൊല്യൂഷൻസും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് പ്രോബ്ലം നോക്കാം. A is equal to ABCD where BC not equal to 0 satisfy the equation x squared plus k is equal to 0. Then 4 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് A plus D equal to 0, K is equal to minus determinant of A, K is equal to determinant of A, ഓപ്ഷൻ D none of these. ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു മെട്രിക്സ് ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ മെട്രിക്സ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രോബ്ലത്തിൽ നമ്മളെ ഒരുപാട് കാൽക്കുലേഷനുകൾ സ്കിപ്പ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ A സാറ്റിസ്ഫൈ എക്സ് സ്ക്വയർഡ് പ്ലസ് കെ ഈക്വൽ ടു 0. അപ്പോൾ A ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ A ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു മെട്രിക്സ് ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എക്സ് സ്ക്വയർഡ് A സ്ക്വയർഡ് ആയിട്ട് മാറും. പ്ലസ് ഇക്വേഷനകത്ത് നമുക്ക് കോൺസ്റ്റൻറ്റ് എഴുതാൻ പറ്റില്ല. കോൺസ്റ്റൻറ്റ് ടേമുകൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു I ഈക്വൽ ടു 0 എന്നാകും. ഇതൊരു 2x2 മെട്രിക്സ് ആണ്. എല്ലാ 2x2 മെട്രിക്സുകളും ഓൾറെഡി ഒരു മെട്രിക്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ മെട്രിക്സ് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇത് ഏതൊരു 2x2 മെട്രിക്സ് എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനാണ് A സ്ക്വയർഡ് മൈനസ് ട്രേസ് ഓഫ് A ഇൻറ്റു A പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു I ഇസ് ഈക്വൽ ടു 0. ഇതെല്ലാ 2x2 മെട്രിക്സുകൾക്കും ഇത് ട്രൂ ആണ്. ഇവിടെ 2x2 മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. ട്രേസ് ഓഫ് A 0 ആയിരിക്കണം, കാരണം ഇവിടെ എയുടെ ടേം വരുന്നില്ല. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ട്രേസ് ഓഫ് A ഇസ് ഈക്വൽ ടു 0. നമ്മുടെ രണ്ടാമത്തെ കൺക്ലൂഷൻ ഡിറ്റർമിനൻ്റ് ഓഫ് A ഇവിടെ കെക്ക് ഈക്വൽ ആണ്. സോ സെക്കൻഡ് കൺക്ലൂഷൻ ഇസ് K ഷുഡ് ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് A. അപ്പോൾ K ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് A ആയതുകൊണ്ട് ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി റോങ് ആയിട്ട് മാറും. ഇനി ട്രേസ് ഓഫ് A ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇക്വേഷനിൽ ട്രേസ് നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയഗണലുടെ സമ്മാണ്. സോ ട്രേസ് ഇസ് A പ്ലസ് ഡി. സോ A പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0. സോ ഓപ്ഷൻ എയും കറക്റ്റ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ A ആൻഡ് C. Problem number 12. A is equal to Aij, ഒരു n by n matrix ആണ്, and f is a function. We define f of A is equal to f of Aij n by n matrix. Let A is equal to pi by 2 minus theta, theta minus theta, pi by 2 minus theta. Then 4 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് sin A is invertible, sin A equal to cos A. Third option is sin A equal to is orthogonal, and fourth option is sin 2A equal to 2 sin A cos A. നമുക്ക് എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. A ഒരു n by n മെട്രിക്സ് ആണ്. ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ആൻഡ് വി ഡിഫൈൻ എഫ് ഓഫ് എ. ഒരു ഫംഗ്ഷൻ ഒരു മെട്രിക്സിന് പുറത്ത് എടുക്കുന്ന എങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഐ ജെ. അതിനർത്ഥം ആ ഫംഗ്ഷൻ ആ മെട്രിക്സിലെ എല്ലാ എൻട്രീസിലോട്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ എല്ലാ എൻട്രീസിനെയും സ്ക്വയർ ചെയ്താൽ മതി. സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ എല്ലാ ടേമുകളുടെയും സൈൻ എടുത്താൽ മതി. അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എ എന്ന് പറയുന്ന മെട്രിക്സിൽ അപ്ലൈ ചെയ്യാകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്ലൈ എഫ് ഓൺ ഓൾ എൻട്രീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ എ ഈസ് ഇൻവെർട്ടബിൾ എന്നൊരു ഓപ്ഷനുണ്ട്, സൈൻ എ ഈസ് ഓർത്തോഗണൽ എന്നൊരു ഓപ്ഷനുണ്ട്. ഞാൻ ആദ്യം ഇത് ചെക്ക് ചെയ്ത് നോക്കാം, സൈൻ എ ഓർത്തോഗണൽ ആണോ എന്ന്. എന്തുകൊണ്ടാണ് അത് ചെക്ക് ചെയ്യുന്നത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇത് ട്രൂ ആയി കഴിഞ്ഞാൽ സൈൻ എ ഈസ് ഇൻവെർട്ടബിളും ട്രൂ ആണ്. കാരണം എല്ലാ ഓർത്തോഗണൽ മെട്രിക്സുകളും ഇൻവെർട്ടബിൾ ആണ്. വൈ ഓൾ ഓർത്തോഗണൽ മെട്രിക്സ് ആർ ഇൻവെർട്ടബിൾ? കാരണം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആയി കഴിഞ്ഞാൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയാണ്. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഐഡൻറ്റിറ്റി ആണ് എങ്കിൽ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് തന്നെയാണ്. കാരണം എയും എ ട്രാൻസ്പോസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി വരുന്നത്. അപ്പോൾ എയുടെ ഇൻവേഴ്സ് എ ട്രാൻസ്പോസ് തന്നെയാണ്.
അപ്പോൾ എ ട്രാൻസ്പോസ് ഐഡൻറ്റി വന്നു കഴിഞ്ഞാൽ എക്ക് ഇൻവേഴ്സ് ഉണ്ട്, അത് എ ട്രാൻസ്പോസാണ്. അപ്പോൾ എ ഇൻവെർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സുകളെല്ലാം ഇൻവെർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ ആദ്യമേ ഈ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓർത്തോഗണൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻവെർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ട്രൂ ആകും. അഥവാ ഓർത്തോഗണൽ അല്ല എങ്കിൽ നമ്മൾ പിന്നെ സൈൻ എ ഇൻവെർട്ടബിൾ ആണോ എന്നുള്ള കാര്യം സെപ്പറേറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യമേ നമുക്ക് സൈൻ എ എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാം. സോ സൈൻ എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഫംഗ്ഷൻ ഒരു മെട്രിക്സിന് പുറത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ ആ മെട്രിക്സിലെ എല്ലാ എൻട്രീസിലും അപ്ലൈ ചെയ്യുക. ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ എ എന്ന് പറയുമ്പോൾ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാ എൻട്രീസിലും അപ്ലൈ ചെയ്യുക. എല്ലാ എൻട്രീസിലും സൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി സൈൻ π/2 മൈനസ് തീറ്റ, സൈൻ തീറ്റ, സൈൻ മൈനസ് തീറ്റ, സൈൻ π/2 മൈനസ് തീറ്റ. And that is equal to sin π/2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഓൾറെഡി നമ്മൾ ഈ മെട്രിക്സ് ഫെമിലിയർ ആണ്. ഈ മെട്രിക്സിൻ്റെ റൊട്ടേഷൻ മെട്രിക്സ് ആണ്, റൊട്ടേഷൻ മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈനെ നമുക്ക് കിട്ടി. ഞാൻ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് സൈനെ ഓർത്തോഗണൽ ആണോ എന്ന്. ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണ് എങ്കിൽ ഇവിടെ 2 റോയേ ഉള്ളൂ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് റോ 1 ആയിരിക്കണം, ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് റോയും 1 ആയിരിക്കണം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് റോ 0യും വരണം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് റോ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് കോസ് സ്ക്വയർഡ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർഡ് തീറ്റ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് റോ ചെയ്താലും ഐ വിൽ ഗെറ്റ് സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ ദാറ്റ് ഈസ് ഓൾസോ 1. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് റോ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതിനർത്ഥം ആ മെട്രിക്സ് ഓർത്തോഗണലാണ്. എ ട്രാൻസ്പോസ് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓർത്തോഗണൽ മെട്രിക്സ് പറഞ്ഞ ലെക്ചറിൽ ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ്. നമുക്ക് ഓർത്തോഗണൽ മെട്രിക്സുകൾ ഇങ്ങനെ എളുപ്പത്തിൽ ചെക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ സൈൻ എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണലാണ്. അപ്പോൾ വൺ സൈൻ എ ഈസ് ഓർത്തോഗണൽ ദെൻ സൈൻ എ ഈസ് ക്ലിയർലി ഇൻവെർട്ടബിൾ. കാരണം എല്ലാ ഓർത്തോഗണൽ മെട്രിക്സും ഇൻവെർട്ടബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കാം. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ കോസ് സ്ക്വയർഡ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർഡ് തീറ്റ ദാറ്റ് ഈസ് കോസ് സ്ക്വയർഡ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർഡ് തീറ്റ ദാറ്റ് വിൽ ബി 1. അപ്പോൾ ഡിറ്റർമിനൻ്റ് 1 ആയതുകൊണ്ട് അത് ഇൻവെർട്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയും കറക്റ്റാണ്, ഓപ്ഷൻ സിയും കറക്റ്റാണ്. ഓപ്ഷൻ ബി സൈൻ എ ഈക്വൽ ടു കോസ് എ ആണോ എന്ന് അത് ഡയറക്റ്റ്ലി ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സൈൻ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ് us ഫൈൻഡ് വാട്ട് ഈസ് കോസ് എ. സോ കോസ് എ വിൽ ബി എല്ലാ എൻട്രീസിലും കോസ് അപ്ലൈ ചെയ്യുക. സോ കോസ് π/2 മൈനസ് തീറ്റ കോസ് തീറ്റ സൈൻ കോസ് മൈനസ് തീറ്റ ആൻഡ് കോസ് π/2 മൈനസ് തീറ്റ. So that is equal to cos π/2 minus theta is sin theta cos theta, cos of minus theta is cos theta itself, cos π/2 minus theta is sin theta. So clearly sin A and cos A are not equal. So option B wrong ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. നമുക്കിനി ഓപ്ഷൻ ഡി ചെക്ക് ചെയ്ത് നോക്കാം. is sin 2a is equal to 2 sin A cos A. ഓൾറെഡി ഞാൻ sin എയും cos എയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഐ ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് 2 sin A cos A. അത് നമുക്ക് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ 2 sin A cos A is equal to 2 into sin A is cos theta sin theta minus sin theta cos theta into cos A is sin theta cos theta into cos theta sin theta, and that is equal to first row into first row into first column ചെയ്താൽ sin theta cos theta plus sin theta cos theta, that is 2 sin theta cos theta. First row into second column ചെയ്താൽ cos squared theta plus sin squared theta, and that is 1. Second row into first column ചെയ്താൽ minus sin squared theta plus cos squared theta. So it is cos squared theta minus sin squared theta. Second row into second column ചെയ്യുമ്പോൾ minus sin theta cos theta plus sin theta cos theta, and that is equal to 0. So that will be equal to 2 times sin 2 sin theta cos theta is the expansion of sin 2 theta. 1 cos squared theta minus sin squared theta is cos 2 theta. 0. 2 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 2 sin 2 theta 2 cos 2 theta 0. So this is 2 sin A cos A. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് sin 2a കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. So let us calculate sin 2a. So sin 2a is equal to
അപ്പം ഫംഗ്ഷൻ എല്ലാ എൻട്രീസിനകത്തും ഇവിടെ സൈൻ 2a ആണ് ഫംഗ്ഷൻ. അപ്പോൾ എല്ലാ എൻട്രീസിനകത്തും സൈൻ ആദ്യമേ നമ്മൾ 2a കാൽക്കുലേറ്റ് ചെയ്യുക. സോ സൈൻ ഓഫ് മെട്രിക്സ് 2a മീൻസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് a 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ബിക്കംസ് പൈ മൈനസ് 2 തീറ്റ മൈനസ് 2 തീറ്റ പൈ മൈനസ് 2 തീറ്റ. ഇനി സൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെട്രിക്സിനകത്തോട്ട് സൈൻ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ എൻട്രീസിലും സൈൻ അപ്ലൈ ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ ബി സൈൻ പൈ മൈനസ് 2 തീറ്റ സൈൻ 2 തീറ്റ സൈൻ ഓഫ് മൈനസ് 2 തീറ്റ സൈൻ പൈ മൈനസ് 2 തീറ്റ. ഓക്കെ, ഇപ്പോൾ തന്നെ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ അല്ല, കാരണം ഈ എൻട്രി സെയിം അല്ല. ഹിയർ ഇറ്റ് ഈസ് സൈൻ 2 തീറ്റ ആൻഡ് ഹിയർ ദ എൻട്രി ഈസ് 2. സോ ദേ ആർ നോട്ട് ഈക്വൽ. സോ ഓപ്ഷൻ ഡിയും റോങ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആൻഡ് ഓപ്ഷൻ സി ഈസ് ഓൾസോ കറക്റ്റ്. Problem number 13. A and B are two square idempotent matrices such that AB plus or minus BA is a null matrix. Then the value of determinant of A minus B can be. Determinant of A minus B can be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ബിയുടെ പോസിബിൾ വാല്യൂസ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എക്സാക്ട്ലി അല്ല ചോദിച്ചിരിക്കുന്നത്, പോസിബിൾ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് എ ആൻഡ് ബി ആർ ടു സ്ക്വയർ ഐഡൻപോട്ടൻറ്റ് മെട്രിക്സ്. അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ ഇസ് എ ആൻഡ് ബി ആർ ഐഡൻപോട്ടൻറ്റ് മെട്രിക്സ്. സോ എ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ ആൻഡ് ബി സ്ക്വയർഡ് വിൽ ബി ഈക്വൽ ടു ബി. എയും ബിയും ഐഡൻപോട്ടൻറ്റ് മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. ആൻഡ് എ ബി പ്ലസ് ഓർ മൈനസ് ബി എ ഈസ് എ നൾ മെട്രിക്സ്. എ ബി പ്ലസ് ഓർ മൈനസ് ബി എ ഈസ് എ നൾ മെട്രിക്സ് മീൻസ് എ ബി പ്ലസ് ഓർ മൈനസ് ബി എ എന്ന് പറയുന്നത് ഒരു നൾ മെട്രിക്സ് ആണ്, അതായത് ഒരു സീറോ മെട്രിക്സ് ആണ്. അതിനർത്ഥം എ ബി പ്ലസ് ബി എയും സീറോ മെട്രിക്സ് ആണ്, എ ബി മൈനസ് ബി എയും സീറോ മെട്രിക്സ് ആണ്. ഓക്കെ, എ ബി മൈനസ് ബി എ സീറോ മെട്രിക്സ് ആണ് എങ്കിൽ അതിനർത്ഥം എ ബി ഈക്വൽ ടു ബി എ, അതായത് എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്ന മെട്രിക്സുകളാണ്. പക്ഷേ എ ബി പ്ലസ് ബി എയും സീറോ ആണല്ലോ, അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു മൈനസ് ബി എയും ആണ്. അതങ്ങനെ ശരിയാവും. എ ബി ബി എക്കും ഈക്വൽ ആണ്, എ ബി മൈനസ് ബി എക്കും ഈക്വൽ ആണ്. ഒറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, എ ബി സീറോ ആയാലേ അത് ഈക്വൽ ആകത്തുള്ളൂ. കാരണം ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ റൈറ്റ് സൈഡും ഈക്വൽ ആകേണ്ടി വരും. സോ ബി എ മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് ബി എ, ദറ്റ് ഈസ് ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് ഈ ബി എയുടെ അപ്പുറത്ത് വരുമ്പോൾ 2ba ഈസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ബി എ ഈസ് ഈക്വൽ ടു എ സീറോ മെട്രിക്സ്. ബി എ സീറോ ആകുമ്പോൾ എ ബിയും സീറോ ആകും, കാരണം എ ബിയും ബി എ ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ എ ബി ഈക്വൽ ടു ബി എ അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ അത് എ ബി ഈക്വൽ ടു ബി എയും എ ബി ഈക്വൽ ടു മൈനസ് ബി എയും അത് ശരിയാവണമെങ്കിൽ എ ബി സീറോ മെട്രിക്സ് ആയേ പറ്റൂ. അപ്പോൾ ഇവിടെ എ ബിയും ബി എയും രണ്ടുപേരും സീറോ മെട്രിക്സ് ആണ്. ഇനി നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ബി കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ എ മൈനസ് ബിയുടെ ഡിറ്റർമിനൻറ്റ് ഡയറക്റ്റ്ലി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എ മൈനസ് ബിയുടെ സ്ക്വയറുടെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. കാരണം സ്ക്വയർഡ് ആകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് സ്ക്വയർ എടുക്കാൻ പറ്റും. അതുമാത്രമല്ല ഡിറ്റർമിനൻറ്റ് പവേഴ്സും ഡിറ്റർമിനൻറ്റ് ഇൻ്റർചേഞ്ചബിൾ ആയതുകൊണ്ട് നമുക്ക് പവേഴ്സ് പുറത്തെടുക്കുകയും ചെയ്യാം, അതുകൊണ്ട് അതും പ്രോബ്ലം ആകില്ല. പിന്നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയറും ബി സ്ക്വയറിനും പകരം നമുക്ക് എ ബി കൊടുക്കാം, അതെല്ലാം അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഞാൻ എ മൈനസ് ബി ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ലെറ്റ് us കാൽക്കുലേറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സോ വി വിൽ ഗെറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ബി. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ്. ഇനി എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ് എക്സ്പാൻഡ് ചെയ്യുക. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു determinant of multiplying by a squared minus ab minus ba plus b squared. So it is equal to determinant of a squared. a b b യും 0 ആയതുകൊണ്ട് ഇത് രണ്ടും 0 ആയി പോകും, പ്ലസ് ബി സ്ക്വയർഡ് എന്ന് വരും. പക്ഷേ എയും ബി ഐഡംപോട്ടൻ്റ് ആയതുകൊണ്ട് എ സ്ക്വയർ എക്ക് ഈക്വൽ ആണ്, ബി സ്ക്വയർഡ് ബിക്ക് ഈക്വൽ ആണ്. സോ that will be equal to determinant of a plus b. So determinant of a minus b the whole squared will be equal to determinant of a plus b. സ്ക്വയർഡും ഡിറ്റർമിനൻറ്റ് ഇൻ്റർചേഞ്ചബിൾ ആയതുകൊണ്ട് എനിക്ക് ഈ പവർ പുറത്തോട്ട് എഴുതാം. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ് വിൽ ബി ഈക്വൽ ടു determinant of a plus b. So
we get determinant of a minus b will be square root of determinant of a plus b. അപ്പോൾ ഇനി determinant of a plus b എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് determinant of a minus b. അതാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാൻ determinant of a plus b കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് determinant of a plus b. determinant of a plus b കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ ഇതേ ട്രിക്ക് തന്നെ യൂസ് ചെയ്യാം. a plus b the whole squared determinant കാൽക്കുലേറ്റ് ചെയ്യാം. സോ determinant of a plus b the whole squared is equal to a plus b the whole squared expand here, that will be a plus b into a plus b, that is equal to determinant of a squared plus ab plus ba plus b squared. So that is equal to determinant of a b b 0 ആണ്, a squared plus b squared. So a squared is a and b squared is b, so this is equal to a plus b. So ഇത് സ്ക്വയർസും ഡിറ്റർമിനൻറ്റ് ഇൻ്റർചേഞ്ചബിൾ ആയതുകൊണ്ട് സ്ക്വയർ നമുക്ക് പുറത്തോട്ട് എഴുതാം. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബി. അപ്പോൾ വാട്ട് ക്യാൻ ബി ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബി? ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബിയും ഈക്വൽ ആണ് എങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബിക്ക് എന്തൊക്കെ വാല്യൂസ് ആകാൻ പറ്റും? ഒന്നെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു നമ്പറുടെ സ്ക്വയർ ആ നമ്പറിന് തന്നെ ഈക്വൽ ആണ് എങ്കിൽ വാട്ട് ഇസ് ഡിറ്റർമിനൻറ്റ് എ പ്ലസ് ബി? ഒരു നമ്പറുടെ സ്ക്വയർ അതിന് തന്നെ ഈക്വൽ ആണ്. സ്ക്വയർ അതിന് തന്നെ ഈക്വൽ ആകുന്ന രണ്ട് നമ്പേഴ്സേ ഉള്ളൂ, ഒന്ന് 1ഉം പിന്നെ ഒന്ന് 0യും. സോ ഡിറ്റർമിനൻറ്റ് എ പ്ലസ് ബി ക്യാൻ ബി 0 or 1, കാരണം 0 സ്ക്വയർ 0 തന്നെയാണ്, 1 സ്ക്വയർ 1 തന്നെയാണ്. സോ ഇവിടെ ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബി ഇറ്റ് സെൽഫ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബി ക്യാൻ ബി 0 or 1. സോ വി നീഡ് ടു ഫൈൻഡ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ബി, ആൻഡ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ബി ഇസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബി. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ബിക്ക് ഈ രണ്ട് വാല്യൂസും ഉണ്ട്, പക്ഷേ ഇവരുടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴാണ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ബി കിട്ടുന്നത്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. 0യുടെ സ്ക്വയർ റൂട്ട് 0 തന്നെയാണ്, പക്ഷേ 1ൻ്റെ സ്ക്വയർ റൂട്ട് 1ഉം ഉണ്ട് -1ഉം ഉണ്ട്. സോ ഡിറ്റർമിനൻറ്റ് ക്യാൻ ബി 0, 1 or -1. സോ കറക്റ്റ് ഓപ്ഷൻസ് ആർ -1 is correct, 0 is correct, 1 is correct, but it cannot be 2. So 2 is a wrong option. Question number 14. If AB equal to A and BA equal to B, then which of the following are true? A squared B equal to A squared, B A squared equal to B squared, ABA equal to A, BAB equal to B. നമുക്ക് ഓരോന്നും ഡയറക്റ്റ്ലി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഗിവൺ ദാറ്റ് AB is equal to A and BA is equal to B. അപ്പോൾ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, in first option a squared b equal to is equal to a into b. ab ക്ക് പകരം നമുക്ക് a കൊടുക്കാം. so this is a into ab ക്ക് പകരം a, so it becomes a squared. so option a is correct. ഇനി option b squared a is equal to b squared a is b into a, so that is equal to ബി എക്ക് പകരം നമുക്ക് ബി കൊടുക്കാം. സോ ബി ഇൻറ്റു ബി എക്ക് പകരം ബി എഴുതാം. സോ ബി ഇൻറ്റു ബി സ്ക്വയർഡ് ആകും. സോ ദാറ്റ് ഓപ്ഷൻ ഇസ് ഓൾസോ കറക്റ്റ്. നെക്സ്റ്റ് വൺ ഇസ് എ ബി എ ഇസ് ഈക്വൽ ടു, എഗെയിൻ ഇവിടെ ഞാൻ ബി എക്ക് പകരം ബി എന്ന് കൊടുക്കാം. സോ ഇത് എ, ബി എക്ക് പകരം ബി, ആൻഡ് എ ബി ഇസ് ഈക്വൽ ടു എ. അതുകൊണ്ട് എ ബിക്ക് പകരം എനിക്ക് എ എന്ന് എഴുതാം. അപ്പോൾ എ ബി എ വിൽ ബി ഈക്വൽ ടു എ. സോ ഓപ്ഷൻ സി ഈസ് ഓൾസോ കറക്റ്റ്. ആൻഡ് ഓപ്ഷൻ ഡി ബി എ ബി, എഗെയിൻ ഇവിടെ എ ബിക്ക് പകരം ബി, എ ബി ഈസ് ഈക്വൽ ടു എ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എ, ആൻഡ് ബി എ ഈസ് ഈക്വൽ ടു ബി. സോ ബി എ ബി വിൽ ബി ഈക്വൽ ടു ബി. ഓപ്ഷൻ ഡിയും കറക്റ്റാണ്. അതുകൊണ്ട് എല്ലാ ഓപ്ഷൻസും കറക്റ്റ് തന്നെയാണ്. Problem number 15. A is a square matrix of order 3 and I is the identity matrix of order 3 such that a cube minus 2a squared minus a plus 2i is equal to 0. Then a is equal to, എക്ക് ഇതിൽ ഏതൊക്കെ പോസിബിലിറ്റീസ് പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയും ബിയും നമുക്ക് ഡയറക്റ്റ്ലി ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് വന്നതുകൊണ്ട് അത് നമുക്ക് ഡയറക്റ്റ്ലി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ആദ്യം നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ ചെക്ക് ചെയ്ത് നോക്കാം. ഐ ആണ് എങ്കിൽ ദിസ് ബിക്കംസ്
I cube minus 2i squared minus I plus 2i. That is equal to I cube I തന്നെയാണ്, കാരണം ഐഡൻറ്റി മെട്രിക്സിൻ്റെ പവേഴ്സ് എല്ലാം ഐഡൻറ്റി മെട്രിക്സ് തന്നെയാണ്. മൈനസ് ഐ സ്ക്വയർഡും ഐ തന്നെയാണ്, അപ്പോൾ മൈനസ് 2i മൈനസ് ഐ പ്ലസ് 2i. സോ മൈനസ് ഐ പ്ലസ് ഐ ക്യാൻസൽ ആയി പോകും, മൈനസ് 2i പ്ലസ് 2i ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 തന്നെയാണ്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബിയും നമുക്കിതുപോലെ ഡയറക്റ്റ്ലി ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 2i the whole cube minus 2 into 2i the whole squared minus 2i plus 2i. So that is equal to 2i the whole cube, that is 8i cube minus 2 into 2 squared 8i squared minus 2i plus 2i. മൈനസ് 2i പ്ലസ് 2i കട്ടായി പോകും. ഐ ക്യൂബ് ഐ തന്നെയാണ്, അതുകൊണ്ട് 8i മൈനസ് 8i ഇത് രണ്ടും കട്ടായി പോകും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഇനി ഓപ്ഷൻ സിയും ഡിയും നമുക്ക് ഡയറക്റ്റ്ലി ചെക്ക് ചെയ്ത് നോക്കാം. ഏതൊരു 3/3 മെട്രിക്സ് എടുത്താലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്കുണ്ട്. ആൻഡ് ദാറ്റ് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ എ ക്യൂബ് മൈനസ് ട്രൈസ് ഓഫ് എ ഇൻറ്റു എ സ്ക്വയർഡ് plus m11 plus m22 plus m33 into a minus determinant of a into I is equal to 0. ഇതാണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെട്രിക്സ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഓരോ മെട്രിക്സിൻ്റെയും മെട്രിക്സ് ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് വൺ 2 മൈനസ് 1 2 1 0 0 0 1 0. ഇതിൻ്റെ മെട്രിക്സ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ മെട്രിക്സ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യമേ ട്രൈസ് ഓഫ് എ വേണം. ട്രൈസ് ഓഫ് എ വിൽ ബി ഈക്വൽ ടു 2 പ്ലസ് 0 പ്ലസ് 0 ദാറ്റ് ഇസ് 2. ഇനി പ്രിൻസിപ്പൽ മൈനസിൻ്റെ സം m11 പ്ലസ് m22 പ്ലസ് m33 ദാറ്റ് ഇസ് ഈക്വൽ ടു m11 ഫസ്റ്റ് ഇതിൻ്റെ മൈനർ എടുക്കുക, റോസും കോളംസും കളയുമ്പോൾ ഇറ്റ് വിൽ ബി 0 0 1 0 പ്ലസ് m22 പൊസിഷൻ ഇതാണ്, അതിൻ്റെ റോസും കോളംസും കളഞ്ഞാൽ 2 2 0 0 പ്ലസ് m33 അതിൻ്റെ റോസും കോളംസും കളഞ്ഞാൽ 2 മൈനസ് 1 1 0 ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ 0 വരും, ദിസ് ഈസ് ഓൾസോ 0 ആൻഡ് ദിസ് ഈസ് മൈനസ് മൈനസ് 1 1. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഡിറ്റർമിനൻറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ വെച്ച് തന്നെ മനസ്സിലാകും, കാരണം ഈ ഇക്വേഷനകത്തോടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എ ക്യൂബ് മൈനസ് ട്രൈസ് ഓഫ് എ 2 ആണ്, അപ്പോൾ 2a സ്ക്വാഡ് പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 1 ആണ്. സോ 1 ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. മൈനസ് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. പക്ഷേ എയുടെ കോഎഫിഷ്യൻ്റ് 1 ആണ് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എയുടെ കോഎഫിഷ്യൻ്റ് -1 ആണ്. സോ സി ഈസ് നോട്ട് എ കറക്റ്റ് ഓപ്ഷൻ. സോ ദിസ് ഈസ് റോങ് ഓപ്ഷൻ. ഇനി ഫൈനലി ഡിയുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രൈസ് ഓഫ് എ വിൽ ബി 2. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. ഇനി പ്രിൻസിപ്പൽ മൈനസിൻ്റെ സം എടുക്കുക. m11 പ്ലസ് m22 പ്ലസ് m33 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എൻട്രിയുടെ റോസും കോളംസും കളഞ്ഞാൽ 0 0 1 0 പ്ലസ് m22 പൊസിഷൻ എടുക്കുമ്പോൾ 2 മൈനസ് 2 0 0 പ്ലസ് m33 പൊസിഷൻ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി 2 1 1 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 0 ആൻഡ് ദിസ് ഈസ് -1 or that is equal to -1. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി ഫൈനലി ഡിറ്റർമിനൻറ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ് വിൽ ബി ഈക്വൽ ടു, ഫസ്റ്റ് റോയിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്യാം. 2 ഇൻറ്റു അതിൻ്റെ റോസും കോളംസും കളയുമ്പോൾ 0 0 1 0 മൈനസ് 1 ഇൻറ്റു അതിൻ്റെ റോസും കോളംസും കളഞ്ഞാൽ 1 0 0 0 മൈനസ് 2 ഇൻറ്റു അതിൻ്റെ റോസും കോളംസും കളഞ്ഞാൽ 1 0 0 1 and that is equal to, this is 0, this is also 0 and this is -2. So that is -2. So finally the equation will be a cube trace of a 2 ആണ്, അപ്പോൾ -2a squared പ്ലസ് പ്രിൻസിപ്പൽ മൈനസിൻ്റെ സമ്മ് -1 ആണ്. സോ ഇറ്റ് വിൽ ബി -a. ഇനി ഡിറ്റർമിനൻ്റ് -2 ആണ്. ദ ഇക്വേഷൻ ഈസ് മൈനസ് ഡിറ്റർമിനൻ്റ് ആകുമ്പോൾ 2 ആകും.
So plus 2y is equal to 0. അപ്പം equation correct ആണ്. So D satisfies that equation. So option D is correct. So correct options are A, B and D.